അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിരപരാധിയാണ്. അയാൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് ആ കുറ്റബോധം ഇല്ലല്ലോ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാതെ ഇരുന്നത് പോലീസിന്റെ ഒരു വീഴ്ചയായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു റേപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ക്രൂരമായ ഒരു സംഭവം തന്നെയാണ്. അതിന് വിധേയമാകുന്നതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിലല്ലേ പരാതി പറയണ്ടേ, അല്ലാതെ KPC പ്രസിഡന്റ് അടുത്തോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ അല്ലല്ലോ. എൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, ഞാൻ നിരപരാധിയാണ് ചിന്തിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അറസ്റ്റിൽ നിന്ന് എവേഡ് ചെയ്യാൻ, അറസ്റ്റിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഇതല്ലേ മാർഗമുള്ളൂ, ഒളിച്ചിരിക്കാനല്ലേ പറ്റുള്ളൂ. അത് ആരോ ഒരാള് അത് ഡ്രാഫ്റ്റ് ചെയ്യുന്നെന്നുള്ളൂ. രണ്ടിടത്തും സെയിം രീതിയിലുള്ള ആരോപണമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അയാള് ആൾക്കാരെല്ലാം ഒഴിഞ്ഞ് എല്ലാവരും വോട്ടിങ് തീരാറായപ്പോൾ അവസാനത്തെ 5 മിനിറ്റിനകം വന്ന് വോട്ട് ചെയ്തു. അതെല്ലാം ഒരു ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ ചെയ്തത്. രാഹുൽ ഈ കേസിനകത്ത് സേഫാണ്. അതിനകത്ത് രാഹുലിനെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ 2 കേസിനകത്തും രാഹുൽ സേഫാണ്. അത് തള്ളാനുള്ള സാധ്യത കുറവാണ്. കാരണം കേസിന് ബലം കുറവാണ്. ഇനി അതിൻ്റെ പുറത്ത് സർക്കാർ ജാമ്യം നിഷേധിക്കാൻ പോയാലും ഹൈക്കോടതി അത് പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വൻ പ്രതിഷേധങ്ങളും കൂവലും വകവയ്ക്കാതെയാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പാലക്കാട്ട് കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാനെത്തിയത്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്ത് നമ്പർ 2-ലാണ് രാഹുൽ വോട്ട് ചെയ്ത് മടങ്ങിയത്. രാഹുലിനെതിരെ 2 കേസുകളിൽ ഒന്നിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും മറ്റൊന്നിൽ അറസ്റ്റ് തടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പാലക്കാട്ട് മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്. എവിടെയായിരുന്നു രാഹുൽ ഇതുവരെ? റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറ് ഒപ്പം ചേരുകയാണ്. ജോർജ് ജോസഫ് സാർ, ശരിക്കും 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പാലക്കാട്ട് വോട്ട് ചെയ്യാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നടപടി സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചല്ലോ. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഒളിവ് ജീവിതമൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പാലക്കാട്ട് വന്നു. അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വന്ന് വോട്ട് ചെയ്തു. നേരത്തെ വോട്ട് ചെയ്യാതിരുന്നത് രാവിലെ വന്നു കഴിഞ്ഞാൽ വിവാദ പുരുഷനായതുകൊണ്ട് വോട്ടിങ്ങിന് തടസ്സം നിൽക്കണ്ടെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും അവസാന നിമിഷം വന്ന് വോട്ട് ചെയ്തിട്ട് അദ്ദേഹം പോയി. എന്നതിൽ കൂടുതലൊന്നും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് ഞാൻ കരുതുന്നു. ഒരു കൂസലുമില്ലാതെ തന്നെ അന്വേഷിച്ച് നടന്ന അതേ പോലീസുകാരുടെ മുന്നിലൂടെ MLA ബോർഡ് വെച്ച കാറിൽ വന്നിറങ്ങി വോട്ട് ചെയ്ത ശേഷം ചായയും കുടിച്ച് ചിരിച്ചു മടങ്ങുന്ന മാങ്കൂട്ടത്തിൽ ശരിക്കും നമ്മുടെ നിയമ സംവിധാനങ്ങളെ നോക്കി പല്ലിളിക്കുകയല്ലേ മാങ്കൂട്ടത്തിൽ ചെയ്തത്? അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിരപരാധിയാണ്. അയാൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് ആ കുറ്റബോധം ഇല്ലല്ലോ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ 2 സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടാവും, അടുപ്പമുണ്ടാവും. പക്ഷേ അവരെ പീഡിപ്പിച്ചെന്നുള്ള ആക്ഷേപം പറയുന്നുണ്ട്. അതുകൊണ്ടാകാം, പീഡിപ്പിക്കുകയല്ലോ, അത് വിത്ത് കൺസെൻറ്റോട് കൂടിയാണല്ലോ. കോടതിക്ക് ഈ 2 കേസിനകത്ത് അത് മനസ്സിലായി. വിത്ത് കൺസെൻറ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ട് റേപ്പ് നിലനിൽക്കത്തില്ല, അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കോടതി റിലേഷൻഷിപ്പ് പെണ്ണും ആണും ഒരുപോലെ അങ്ങനെ ഉള്ളൊരു സമൂഹത്തിൻ്റെലാണ് എല്ലാവരും ജീവിക്കുന്നത്. ചെറുപ്പക്കാരെല്ലാം അങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന് സമൂഹത്തിലെല്ലാവരും പരസ്പരം ഇൻറ്റിമസിയോടുകൂടി വളരെ അടുപ്പത്തോടു കൂടിയാണ് എല്ലാവരും കഴിയുന്നത്. ആണായാലും പുരുഷനായാലും സ്ത്രീ ആയാലും അങ്ങനെയാണ്. അപ്പോൾ അതിലൊരു കുറ്റം രാഹുൽ മാങ്കൂട്ടം കണ്ടില്ല. പക്ഷെ ഒരു പ്രോസിക്യൂഷൻ കേസ് കളവായിട്ട് അല്ലെങ്കിൽ മലീഷ്യസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എടുക്കുമ്പം അത് പ്രിവെൻറ്റ് ചെയ്യണ്ടേ. അതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കും. അത് ഒളിവ് ജീവിതമെന്ന് ഞാൻ കരുതുന്നില്ല. മാറി നിന്നു. ചിലപ്പം തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും അദ്ദേഹം മാറി നിന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാതെ ഇരുന്നത് പോലീസിൻ്റെ ഒരു വീഴ്ചയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഒരു കേസിനകത്ത് ഒരാൾ പ്രതിയാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ ലോവർ കോടതിയിലോ ഒരു പരാതി അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ല. അതേസമയത്ത് പബ്ലിക് എഡ്യൂക്കേഷൻ കുറേ അധികം ആൾക്കാരും ബഹളവും ചാനലൊക്കെ വരുമ്പോൾ പോലീസ് എവിടെയുണ്ട് എന്ന് അന്വേഷിക്കുമായിരിക്കാം. പക്ഷേ കണ്ടാലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കോട്ടാലക്ഷ്യമായിട്ട് പിന്നീട് അത് മാറാൻ സാധ്യതയുണ്ട്. പോലീസ് ഏതെങ്കിലും ബുദ്ധിപൂർവ്വം അറസ്റ്റ് ചെയ്യാതിരുന്നത് നന്നായി എന്നാണ് ഞാൻ കരുതുന്നത്. ഈ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂർ എത്തി അവിടെ നിന്ന് പാലക്കാട്ട് സുഹൃത്തിന്റെ വീട്ടിലെത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വൈകിട്ട് വരെ? ശരിക്കും രാഹുൽ കേരളം വിട്ടിരുന്നു?
അതേപ്പറ്റി എനിക്കറിയില്ല. കാരണം അയാൾ സ്വതന്ത്രമായിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോകാമല്ലോ. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു 2 കേസുണ്ടായി. ആ കേസിനകത്ത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അതിനകത്ത് ഒരു ഓഫൻസ് പുള്ളി ചെയ്തിട്ടില്ല. അനാവശ്യമായിട്ട് ഗർഭചിത്രമൊക്കെ നടത്തിയെന്നൊക്കെ പറഞ്ഞ ആരോപണം ഒരു കുട്ടി പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നും അറിയില്ല. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഒരു റേപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ക്രൂരമായ ഒരു സംഭവം തന്നെയാണ്. അതിന് വിധേയമാകുന്നവർ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിലല്ലേ പരാതി പറയണ്ടേ, അല്ലാതെ KPC പ്രസിഡന്റ് അടുത്തോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ അല്ലല്ലോ. അത് ഒരു അവർക്ക് തീർച്ചയായിട്ടും അതൊരു ഗ്രാവിറ്റി അതിനകത്ത് ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ, അത് അവരെ ചതിച്ചിട്ടാണ് റേപ്പ് ചെയ്തതെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർ പോലീസ് സ്റ്റേഷനിൽ, അവരെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മൊഴി കൊടുത്ത് കേസെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഡിലേ വന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തൻ കുറ്റക്കാരനല്ല എന്നൊരു സംശയം കുറേയധികം ആൾക്കാരുടെ ഇടയിലിട്ട് അത് വ്യാപിച്ചത്. കാരണം അതിനകത്ത് ആ പെൺകുട്ടി പറയുന്നത് മൊഴി പറഞ്ഞോ ഇല്ലെന്ന് അറിയത്തില്ല, പെൺകുട്ടിയുടേതായിട്ട് വെളിയിൽ വന്ന ആ പരാതി, അത് അതിനകത്തൊരു റിലയബിലിറ്റി ഇല്ല എന്ന് തന്നെയാണ് ആ മൊഴി വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നത്. പോലീസിന് ശരിക്കും മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? അതോ തെരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടത്തിൽ കേസ് കത്തിച്ചു നിർത്താൻ പോലീസ് രാഷ്ട്രീയം കളിച്ചതാണോ? പോലീസ് അതിൻ്റെ അകത്ത് ഒന്ന് രാഷ്ട്രീയം കളിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാങ്കൂട്ടം എവിടെയുണ്ട്, ഇത്രയും വലിയ ഒരു പബ്ലിക്, കുറെ ആൾക്കാർ മാങ്കൂട്ടത്തിന് എതിരും കുറെ ആൾക്കാർ അനുകൂലം വരുമ്പോൾ അയാളുടെ സ്ഥിതി അറിയാൻ അയാൾ ഏത് ഭാഗത്തുണ്ട് എന്ന് പോലീസ് അന്വേഷിച്ചു. അതിൽ പോലീസ് പരാജയപ്പെട്ടു. അയാൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കാം. അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയണത്, അതെ, പുള്ളിയുടെ ആവശ്യത്തിന് വലിയൊരു ആരെങ്കിലും കാറി കയറി പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ. പിന്നെ പോലീസ് എൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, ഞാൻ നിരപരാധിയാണ് ചിന്തിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അറസ്റ്റിൽ നിന്ന് എവേഡ് ചെയ്യാൻ, അറസ്റ്റിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഇതല്ലേ മാർഗമുള്ളൂ, ഒളിച്ചിരിക്കാനല്ലേ പറ്റുള്ളൂ. സർ, ശരിക്കും കേരളത്തിലേത് ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണല്ലോ. പല പ്രമാദ കേസുകളിലും ഒരു തുമ്പുമില്ലാതിരുന്നിട്ടും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പോയി പോലീസ് പ്രതികളെ പിടിച്ചുകൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഒരു MLA ആണ്, പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കഴിഞ്ഞു എന്നത് വിശ്വസിക്കാനാകുമോ? അതോ ഈ പുറത്താക്കി എന്ന് പറയുന്ന കോൺഗ്രസ് തന്നെ മാങ്കൂട്ടത്തിലിന് സംരക്ഷണം ഒരുക്കിയതാകുമോ? പുറത്താക്കിയ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരാരും സംരക്ഷണം കൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ കോൺഗ്രസിന്റെ അണികൾ വളരെയധികം ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവർ സംരക്ഷണം കൊടുക്കും, അങ്ങോട്ട് ഒരു പ്രശ്നം വന്നാൽ സംരക്ഷണം കൊടുക്കും. പക്ഷേ ഈ 2 കേസിനകത്ത് നമ്മൾ കാണുന്നത് ആരോ ഒരാൾ ഡ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് രണ്ടുപേരും. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ബന്ധം ഒരു സ്ത്രീയായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രഗ്നൻസി ഉണ്ടാകാതെ നോക്കുകയാണ് സാധാരണ പുരുഷന്മാർ ചെയ്യുന്നതായിട്ട്. പക്ഷെ ഇവിടെ അവരുമായിട്ട് ബന്ധപ്പെടുന്നിടത്ത് എല്ലായിടത്തും ചെന്ന് തനിക്ക് കൊച്ചിനെ വേണം, ഒരു കുട്ടി അത്യാവശ്യമാണ്. അപ്പൊ അതൊക്കെ എന്തിനാണത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അത് ആരോ ഒരാള് അത് ഡ്രാഫ്റ്റ് ചെയ്യുന്നെന്നുള്ളു. രണ്ടിടത്തും സെയിം രീതിയിലുള്ള ആരോപണമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ കേസ് ജെന്യുവൻ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. അവിടെയാണ് ഈ 2 പെൺകുട്ടികളുടെയും കാര്യത്തിൽ ഒരു സന്ദേഹം കോടതിക്ക് വരുന്നത്, പബ്ലിക്കിനും വരുന്നത്, നമ്മളെപ്പോലെ ഉള്ളവർക്കും ആ മൊഴിയുടെ റിലയബിലിറ്റി അതേപ്പറ്റി തീർച്ചയായിട്ടും സംശയം തോന്നുന്നതും അങ്ങനെയാണ്. ഈ വോട്ടെടുപ്പിന്റെ അവസാനം 5 മണി കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്തിലെത്തുന്നത്. രാവിലെ വോട്ട് ചെയ്യാനെത്തിയാൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ചർച്ചാ വിഷയം ഇതാകുമെന്നും അത് ദോഷകരമാകുമെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വൈകിട്ട് വോട്ട് ചെയ്യാൻ എത്തിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് എന്നൊക്കെ ഒരു സൂചനയുണ്ട്, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ശരിയായിരിക്കുമോ? അത് ശരിയാണ്. അയാൾ നല്ല ബുദ്ധിയുള്ള ആളല്ലേ രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ടല്ലേ അദ്ദേഹം നേരത്തെ വന്ന് മുഷ്ക് കാണിക്കാതെ, അയാൾ ധാർഷ്ട്യം കാണിക്കാതെ, അഹങ്കാരം കാണിക്കാതെ നേരത്തെ വന്ന് വോട്ട് ചെയ്തില്ലല്ലോ. അയാളെ ആൾക്കാരെല്ലാം ഒഴിഞ്ഞ് എല്ലാവരും വോട്ടിങ് തീരാറായപ്പോൾ അവസാനത്തെ 5 മിനിറ്റിനകം വന്ന് വോട്ട് ചെയ്തു. അതല്ലേ ഒരു ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ ചെയ്തത്. ഇപ്പം തൽക്കാലം തന്നെ അടുത്ത് കുറേയധികം അജിറ്റേഷൻസ്, കുറേയധികം എതിർപ്പുകളുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ആ വോട്ടിങ്ങിൽ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടം അതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാവും, ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകാം. കാരണം BJPയും CPMും രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ എതിരായിട്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ മുൻപ് നിന്ന് ചാടേണ്ട, അത് ഇലക്ഷനെ ബാധിക്കും എന്ന് ബുദ്ധിയുള്ള ഒരാളായതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടൻ അതിൽ നിന്ന് മാറി സഞ്ചരിച്ച് അവസാന നിമിഷത്തിൽ വോട്ട് ചെയ്യാൻ വന്നത്. ഇനി താൻ പാലക്കാട് തന്നെ ഉണ്ടാവുമെന്നാണ് മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ രാഹുൽ സേഫ് ആണോ? രാഹുൽ ഈ കേസിനകത്ത് സേഫാണ്. അതിനകത്ത് രാഹുലിനെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ 2 കേസിനകത്തും രാഹുൽ സേഫാണ്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടല്ലോ, സുപ്രീം കോടതിയിൽ ഇതുപോലെയുള്ള ഒരു ആരോപണം
ഒരു IT വലിയ സീനിയറായ എക്സിക്യൂട്ടീവിന്റെ പുറത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് ആരോപണം നടത്തി. അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസാണ്. അതിനുശേഷം അത് സെഷൻസ് കോടതി വന്നു, ജില്ലാ കോടതി വന്നു, അത് ഹൈക്കോടതി വന്നു, ഇപ്പൊ സുപ്രീം കോടതി എത്തി. സുപ്രീം കോടതി എത്തിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അത് ഒരു കൺസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആക്ടിവിറ്റിയാണ്, വിത്ത് സമ്മതത്തോടു കൂടിയല്ലാണ്. അവർ തമ്മിൽ വളരെ നാളുകളായിട്ടുള്ള അടുപ്പമുണ്ട്. അതിപ്പോ ആരോപണം പറയുന്നത് അത് ശരിയല്ല. അതുകൊണ്ട് രണ്ടുപേരും ഒരു മീഡിയേഷന്റെ മുമ്പിൽ സെറ്റിൽ ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഡൗട്ട്ഫുൾ ഉള്ള കേസുകളൊക്കെ അങ്ങനെ തീർന്നല്ലേ പറ്റുള്ളൂ. അത് ശിക്ഷിക്കാനുള്ളതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. 2 കേസുകളാണ് രാഹുലിനെതിരെ നിലവിലുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി നിരന്തരമായി ലൈംഗിക ചൂഷണം നടത്തുകയും ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തുവെന്നാണ് ഒന്നാമത്തെ കേസ്. ഈ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തുവെന്നാരോപിച്ച് ബാംഗ്ലൂരിൽ നിന്നുള്ള യുവതി KPCC അധ്യക്ഷന് നൽകിയ പരാതിയാണ് രണ്ടാമതായി രജിസ്റ്റർ ചെയ്ത കേസ്. ഈ കേസിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഇനി ഈ 2 കേസുകളിലും സ്ഥിരം ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. 2 കേസിലും സ്ഥിരം ജാമ്യം കിട്ടുമല്ലോ. കാരണം രണ്ടാമത്തെ കേസിനകത്ത് ജാമ്യം കൊടുത്തില്ലേ. അന്നേരം മറ്റേ കേസിനകത്ത് ഹൈക്കോടതിയല്ല ജാമ്യം കൊടുത്തത്. ആദ്യത്തെ കേസിനകത്ത് ഇവിടെ ജാമ്യം ലഭിക്കാൻ വന്നപ്പോൾ ഹൈക്കോടതിയും ജാമ്യം ലഭിച്ചു. രണ്ടാമത്തെ കേസിനകത്ത് അതേ കോടതി തന്നെ ജാമ്യം കൊടുക്കുകയാണ് ഉണ്ടായത്. കാരണം അതിൻ്റെ അകത്ത് കോടതിക്ക് ചില സംശയങ്ങൾ വന്നിരിക്കുന്നു. കാരണം എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്? അത് പോലീസ് സ്റ്റേഷനിലല്ലേ. പക്ഷേ രണ്ടാമത്തെ കേസിനകത്ത് എവിടെ പരാതി കൊടുത്തത്? KPCC പ്രസിഡന്റ് അടുത്തല്ലേ. അത് ആ പരാതി അതേപടി പോലീസിന് KPCC പ്രസിഡന്റ് അയച്ചു കൊടുത്തു. അതിനകത്ത് വാദി ആരാണ്, പ്രതിയുടെ കാര്യം പറയുന്നുണ്ടാവും, വാദി ആരാണെന്ന് അറിയില്ല. എങ്കിൽ തന്നെയും അതിന് പോലീസ് കേസെടുക്കുകയല്ലേ. അതല്ലേ പിന്നീട് പോലീസ് അവരുടെ പുറകെ നടന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. പക്ഷേ റിയലായിട്ട് യഥാർത്ഥത്തിൽ ഒരു കേസുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യല്ലേ. ഇത് 2023 കേസായിരുന്നു ഈ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് സന്ദേഹമുണ്ട്, കോടതിക്ക് സംശയമുണ്ട്. എന്തുകൊണ്ടാണ് അത്രയും ഡിലേ വന്നത്? ഇത്രയും വലിയൊരു ഗ്രേവ് ഒഫൻസ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഡിലേ വന്നു? അതൊക്കെ സംശയിക്കത്തക്ക ആണ് എന്ന് കോടതിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. ഇനി അത് പോലീസ് അന്വേഷിക്കട്ടെ, അതിൻ്റെ അകത്തും കഴമ്പുണ്ടോ ഇല്ലെന്ന് അപ്പം നോക്കിയാൽ മതിയല്ലോ. ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി 15-ന് വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. രാഹുൽ ഇപ്പോൾ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് എത്തിയിട്ടുമുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റ് ഉണ്ടാകുമോ? അത് തള്ളാനുള്ള സാധ്യത കുറവാണ്. കാരണം കേസിന് ബലം കുറവാണ്. കാരണം അതിൻ്റെ ഗ്രാവിറ്റിയിൽ സംശയമുണ്ട്. വലിയൊരു സീരിയസ് അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടി. അത് ഇത്ര ഡിലേ വന്നു. അത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ല. അത് രണ്ടാമത്തെ കേസിന് അത് KPCC പറഞ്ഞു. ആദ്യത്തെ കേസ് ഒരു ദ്വയാർത്ഥത്തില് വേറെ ഒരു റിനി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് അത് ആ കേസിനെ പറ്റിയുള്ളൊരു വിവരം ആദ്യം ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ എന്തിനാണ് ഒരു തേർഡ് പാർട്ടി വന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നത്? എന്തുകൊണ്ട് ആ കേസിനകത്ത് വിക്ടിം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടില്ല? ഇതൊക്കെ സന്ദേഹം ഉയർത്തുന്നതാണ്. കേസിനകത്ത് എന്തോ മാനിപ്പുലേഷൻ ഉള്ള പോലെ തോന്നത്തില്ലേ പൊതുജനങ്ങൾക്ക്? അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നവർക്കൊക്കെ അങ്ങനെ തോന്നും. ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയില്ല. ഇവിടെ എന്തുകൊണ്ട് ഇത്ര സീരിയസ് ആയ ഒരു കേസ് ഇത്ര ഒതുക്കി വെച്ചു, ഇത്ര നാളെടുത്തു? അത് എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യില്ല? അതിനകത്തൊക്കെ വേറെ ചില കഥകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയപരമായി തന്നെ വന്ന ഒരു പരാതിയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം കരുതുന്നത്. അത് ആ രാഷ്ട്രീയപരമായി തന്നെ എതിർക്കുകയാണ്, അതിനെ നേരിടുകയാണ്. അതുകൊണ്ട് ചിലപ്പം പോലീസിനെ മിസ്യൂസ് ചെയ്ത് എങ്ങനെ അറസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ച് മാറി നിന്നിട്ടുണ്ട്. അത് ഒളിവ് ജീവിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസിനും അയാളെ അപ്പം തന്നെ കസ്റ്റഡി എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പോലീസ് കണ്ടാലും കസ്റ്റഡി എടുക്കുമെന്നും എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം അനുവദിച്ചുള്ള തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവിൽ ചില ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ഇത് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഹൈക്കോടതിയിൽ ജാമ്യം റദ്ദു ചെയ്യാൻ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ഇത് മാങ്കൂട്ടത്തിലിന് കുരുക്കാകുമോ? അത് തീർച്ചയായിട്ടും അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും അപ്പീൽ അനുകൂലമായി സർക്കാരിനൊന്നും ലഭിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജില്ലാ കോടതി സെഷൻസ് കോടതി കൃത്യമായിട്ട് അത് നിരീക്ഷിച്ചപ്പോൾ അതിനകത്ത് ഒരു റിലയബിലിറ്റി ഇല്ല, വിശ്വാസ്യതയില്ല എന്ന് സെഷൻസ് കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ പുറത്ത് സർക്കാർ ജാമ്യം നിഷേധിക്കാൻ പോയാലും ഹൈക്കോടതി അത് പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.